ഒമാൻ പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. ഒമാൻ പ്രവാസി മീഡിയ ഒമാൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നജില ഷിബിൻ. പ്രവാസികളുടെ പ്രിയപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ മസ്കറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മയായ ഇന്റർനാഷണൽസ് നടത്തിയ സർവേയിൽ പശ്ചിമേഷ്യയിൽ 2ാം സ്ഥാനമാണ് മസ്കറ്റിനുള്ളത്. ആഗോളതലത്തിൽ 14ാം സ്ഥാനവും മസ്കറ്റിനുണ്ട്. 4 ദശലക്ഷം അംഗങ്ങളുള്ള ഇന്റർനാഷണൽസ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ സിറ്റി റാങ്കിങ്ങിൽ 15,000-ഓളം വിദേശികളാണ് പ്രതികരിച്ചത്. 2020 സിറ്റി റാങ്കിങ്ങിൽ 7 GCC നഗരങ്ങളിൽ നിന്നുമുള്ളവരാണ് പ്രതികരിച്ചത്. ഇതിനു പുറമെ കെയ്റോ, ഇസ്താംബുൾ നഗരങ്ങളും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പാലക്കാട് സ്വദേശി ബുറൈമയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചു. പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിയായ ഷറഫുദ്ദീനാണ് മരിച്ചത്. ബുറൈമി അൽവാഹ സൂപ്പർ മാർക്കറ്റിൽ സമീപം സഹോദരനുമൊത്ത് മൊബൈൽ ഷോപ്പ് നടത്തി വരികയായിരുന്നു. നേരത്തെ വസ്ത്രവ്യാപാര രംഗത്തും പ്രവർത്തിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചത്. കുട്ടിയെ കാണാൻ ഡിസംബർ ആദ്യം നാട്ടിൽ പോകാനിരിക്കുകയായിരുന്നു. മൃതദേഹം ബുറൈമി ആശുപത്രി മോർച്ചറിയിൽ. ഒമാനിൽ പുതിയ തൊഴിൽ വിസകൾ അനുവദിക്കാൻ ആരംഭിച്ചു. വിദേശത്തു നിന്നുള്ള തൊഴിലാളികൾക്കും വീട്ടുജോലിക്കാർക്കുമായുള്ള വിസയ്ക്കുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പാസ്പോർട്ട് ആൻഡ് റെസിഡൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ബന്ധപ്പെട്ട രേഖകൾ സഹിതമുള്ള വിസ അപേക്ഷകൾ മഹാമാരിക്ക് മുമ്പുണ്ടായിരുന്ന രീതിയിൽ ഓൺലൈനായോ സന്നദ്ധ സെന്ററുകൾ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകളിൽ പതിവ് രീതിയിൽ തീരുമാനമെടുത്ത് വിസ അനുവദിക്കും. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മാർച്ച് അവസാനമാണ് പുതിയ വിസകൾ അനുവദിക്കുന്നത് നിർത്തിവെച്ചത്. ജൂലൈ ആദ്യത്തിൽ ROP സേവന കേന്ദ്രങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചതിനു ശേഷം ഓരോ സേവനങ്ങളും ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിച്ചു വരികയാണ്. നവംബർ ആദ്യം മുതൽ 21 ദിവസത്തെ എക്സ്പ്രസ് വിസയും ഫാമിലി വിസയും വിസിറ്റിംഗ് വിസയും നൽകി തുടങ്ങിയിരുന്നു. കോവിഡിനെ തുടർന്ന് നാട്ടിൽ കുടുങ്ങിയ വിസ കാലാവധി കഴിഞ്ഞവർക്ക് ഓൺലൈനിൽ വിസ പുതുക്കുന്നതടക്കം സൗകര്യങ്ങളും ROP ചെയ്തു നൽകിയിരുന്നു. ഗൾഫ് മാധ്യമം IPL ക്വിസിന്റെ മെഗാ സമ്മാന ജേതാവിനെ തിരഞ്ഞെടുത്തു. കണ്ണൂർ സ്വദേശി നൌഫൽ പത്താലയാണ് സമ്മാനാർഹനായത്. കബൂറയ്ക്കടുത്ത് ഹിജാരിയിലെ ബാബൽ കെയർ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഷോപ്പിലെ സെയിൽസ്മാനാണ് നൌഫൽ. ഒമാനിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ അൽ ജദീദ് എക്സ്ചേഞ്ച് സ്പോൺസർ ചെയ്യുന്ന സാംസങ് A11 മൊബൈൽ ഫോണാണ് മെഗാ സമ്മാനമായി നൽകുക. ഒക്ടോബർ 1 മുതൽ നവംബർ 10 വരെ നടന്ന ക്വിസ് മത്സരം ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടാക്കിയത്. ഒമാൻ ഇന്ത്യ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ നിലവിൽ വന്നു. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി ഉത്തരവ് പുറപ്പെടുവിച്ചു. സൗഹൃദ അന്തരീക്ഷം വളർത്തുന്നതിന് ഒമാനിലെയും ഇന്ത്യയിലെയും ബിസിനസ് സമൂഹത്തിനടക്കം പൊതു താൽപര്യമുള്ള വിഷയങ്ങളിൽ ഏകീകൃത ധാരണ വളർത്തിയെടുക്കുകയും ഇതിന്റെ ലക്ഷ്യമാണ്. റുസൈൽ ബിഡ്ബിത് റോഡ് ഇരട്ടിപ്പിക്കൽ പുരോഗമിക്കുന്നു. ഇതുവരെ 20% ജോലികൾ പൂർത്തിയായി. 2022 അവസാനത്തോടെ പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അൽ അംകാത്ത്, അൽ ജിഫ്നൈൻ മേഖലകളിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മലയുടെ അരികു മുറിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുവശത്തേക്കും 2 അധിക ലൈനുകളാണ് വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. മസ്കറ്റ് എക്സ്പ്രസ് വേയിൽ റുസൈൽ നിസ്വ ജംഗ്ഷനിൽ തുടങ്ങി ബിഡ്ബിത് വിലായത്തിലെ അൽ ഷർക്കിയ എക്സ്പ്രസ് വേ വരെ നീളുന്ന 27 കിലോമീറ്റർ ദൂരത്തിലാണ് ഇരട്ടിപ്പിക്കൽ നടക്കുന്നത്. റോഡ് 4 വരി പാതയാക്കുന്നതിനൊപ്പം കാൽനട യാത്രക്കാർക്കായി പ്രത്യേക പാലങ്ങൾ നിർമ്മിക്കും. ഫഞ്ചയിലും ജിഫ്നൈനിലുമുള്ള പാലങ്ങളുടെ വീതി കൂട്ടുകയും ചെയ്യും. മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിൽ 3 വിദേശികളെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ബുറൈമയിൽ നിന്നാണ് ഇവർ പിടിയിലായത്. പിടിയിലായവരിൽ നിന്ന് 10 കിലോഗ്രാം ക്രിസ്റ്റൽ ഡ്രഗ് പിടിച്ചെടുത്തു. ഇവർക്കെതിരായ നിയമ നടപടികൾ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ഹ്രസ്വ സന്ദർശനത്തിനായി മസ്കറ്റിലെത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് ബിൻ ഹമൂദ് അൽ ബുസൈദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിനൊപ്പം മേഖലയിലെ പൊതുവായിട്ടുള്ള വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഒമാനിൽ 27 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 1418 ആയി. ഇതിൽ 1065 പേരും സ്വദേശികളാണ്. 905 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 1,23,484 ആയി. 1107 പേർ കൂടി രോഗമുക്തരായി. 1,14,963 പേർക്കാണ് ഇതുവരെ രോഗം ഭേദമായത്.
21 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 218 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 107 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഉള്ളത്. പുതിയ രോഗികളിൽ 456 പേര് മസ്കറ്റ് ഗവർണറേറ്റിലാണ്. മസ്കറ്റ് 155, സീബ് 133, ബോഷർ 100, മത്ര 47, അമറാത്ത് 20, കൊറിയാത്ത് 1 എന്നിങ്ങനെയാണ് വിവിധ വിലായത്തുകളിലെ പുതിയ രോഗികളുടെ എണ്ണം. വടക്കൻ ബത്തനയിൽ 130 പുതിയ രോഗികളിൽ 92 പേരും സോഹാറിലാണ്. ദാഖ്ലിയ 79, തെക്കൻ ബത്തന 55, ദാഹിറ 50, ദോഫർ 41, ബുറൈമി 25, അൽബുസ്ത 25, തെക്കൻ ഷർക്കെ 20, വടക്കൻ ഷർക്കെ 20, മുസന്തം 4 എന്നിങ്ങനെയാണ് മറ്റ് ഗവർണറേറ്റുകളിലെ പുതിയ രോഗികളുടെ എണ്ണം. 9 മാസമായി യമനിൽ കുടുങ്ങിക്കിടക്കുന്ന 2 മലയാളികൾ ഉൾപ്പെടെ 14 ഇന്ത്യക്കാർക്ക് മോചനം. ഒമാൻ സർക്കാർ നൽകിയ പിന്തുണയ്ക്ക് മസ്കറ്റ് ഇന്ത്യൻ എംബസി നന്ദി രേഖപ്പെടുത്തി. 2020 ഫെബ്രുവരി ആദ്യവാരത്തിലാണ് ഇന്ത്യക്കാരെ ഹൂതി വിമതർ തടവിലാക്കുന്നത്. താമസരേഖകളില്ലാതെയും അനധികൃതമായും ഒമാനിൽ തങ്ങുന്ന വിദേശികൾക്ക് രാജ്യം വിടാൻ ഒമാൻ സർക്കാർ നൽകുന്ന അവസരം ഉപയോഗപ്പെടുത്താൻ രജിസ്റ്റർ ചെയ്തത് 19,527 പേർ. നവംബർ 15 മുതൽ 26 വരെ തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരുടെ കണക്കാണിത്. യാത്രാരേഖകളില്ലാത്തവർക്ക് പിഴയോ ഫീസോ നൽകാതെ രാജ്യം വിടാനുള്ള അവസരം അടുത്ത മാസം 31 വരെയാണ് ലഭ്യമാവുക. 26 വരെ രജിസ്റ്റർ ചെയ്തവരിൽ 8,517 പേർ ജോലി നഷ്ടപ്പെട്ടവരാണ്. 966 പേർ ലേബർ കാർഡ് ഇല്ലാത്തവരും 463 പേരുടെ ലേബർ കാർഡ് റദ്ദായതുമാണ്. രജിസ്റ്റർ ചെയ്തവരിൽ 9,581 പേർക്ക് ലേബർ കാർഡും വിസയുമുണ്ട്. അപേക്ഷകരിൽ 164 പേർ കുടുംബ വിസയിലുള്ളവരും 136 പേർ ഫാമിലി ജോയിനിങ് വിസയിലുമുള്ളവരുമാണ്. 418 പേർ വിസിറ്റിംഗ് വിസയിലുള്ളവരും 34 പേർ ടൂറിസ്റ്റ് വിസയിലുള്ളവരുമാണ്. 174 പേർക്ക് ഒരു താമസ രേഖയും ഇല്ല. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ mol.gov.om. എന്ന വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒമാനിൽ അനധികൃതമായി തങ്ങുന്ന എല്ലാവർക്കും അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കാലാവധിക്ക് ശേഷവും അവസരം ഉപയോഗപ്പെടുത്തി രാജ്യം വിടാത്തവർക്കെതിരെ അധികൃതർ ശക്തമായ നടപടികൾ എടുക്കാൻ സാധ്യതയുണ്ട്. മന്ത്രാലയം വെബ്സൈറ്റിൽ സനത് സെന്ററുകൾ വഴിയോ അതത് എംബസികൾ വഴിയോ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. രജിസ്ട്രേഷൻ നടത്തിയവർക്ക് 7 പ്രവൃത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് അധികൃതർ ക്ലിയറൻസ് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും മത്സര രംഗത്തുള്ള OICC അംഗങ്ങൾക്കും മുൻ ഭാരവാഹികൾക്കും സഹായങ്ങൾ നൽകുന്നതിനും വേണ്ടിയുള്ള കൂടിയാലോചനകൾക്കായി OICC ഒമാൻ നാഷണൽ കമ്മിറ്റി സമ്പൂർണ്ണ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് ഹസൻ അധ്യക്ഷത വഹിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ മീഡിയയുടെ എല്ലാവിധ സാധ്യതകളും ഉപയോഗപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. സ്ഥാനാർത്ഥികളുമായി വെർച്വൽ സംവിധാനം വഴി OICC പ്രവർത്തകരുമായി സംവദിക്കും. ഒമാനിൽ കോവിഡ് വാക്സിൻ ലഭ്യമാക്കുന്നതിനും വിതരണത്തിനും പദ്ധതികൾക്ക് രൂപം നൽകിയ ആരോഗ്യ മന്ത്രാലയം ഇതിനായി ഫൈസർ വാക്സിൻ കമ്പനിയുമായി കരാറിൽ എത്തിയതായും ആരോഗ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ആദ്യഘട്ടത്തിൽ 20% വാക്സിനാണ് രാജ്യത്ത് ലഭ്യമാക്കുക. ഘട്ടങ്ങളിലായി രാജ്യത്ത് പൂർണ്ണമായും വാക്സിൻ ഉറപ്പുവരുത്തും. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ പരിഗണന. അത്യാവശ്യമായി FMCGയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട്. ക്വാളിഫിക്കേഷൻ 3 years എക്സ്പീരിയൻസ്, +2 പാസ്ഡ് ആയിരിക്കണം, ഏജ് ബിലോ 32, ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ്. പ്രിഫറൻസ് ഓൺലി ഫോർ ഒമാൻ കാൻഡിഡേറ്റ്സ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 90153339. അടുത്തതായി ഒമാൻ പ്രവാസി മീഡിയ ജോബ് ന്യൂസിലേക്ക്. സീനിയർ അക്കൗണ്ടിന് ആവശ്യമുണ്ട്. CV അയക്കേണ്ട ഇമെയിൽ ID dhaneshkumar.kk@gmail.com. ഡിസംബർ 5 മുന്നേ CV അയക്കുക. മസ്കറ്റിലേക്ക് അത്യാവശ്യമായി കാർപ്പൻ്റർ, സ്റ്റീൽ ഫിറ്റർ, മേസൺ, ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 90589370. അമറാത്തിലെ പുതിയതായി തുടങ്ങുന്ന കോഫി ഷോപ്പിലേക്ക് സാൻഡ്വിച്ച് മേക്കർ, ജ്യൂസ് മേക്കർ, ഹെൽപ്പർ തുടങ്ങിയവരെ ആവശ്യമുണ്ട്. ഒമാനിൽ ഉള്ളവർക്ക് മുൻഗണന. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 97483053, 97794204. മൊബേല സനയയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് വിൽപ്പനയ്ക്ക്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 00968783770103. OT നഴ്സ് ഫീമെയിൽ, ഇൻഡസ്ട്രിയൽ നഴ്സ് മെയിൽ എന്നിവരെ ആവശ്യമുണ്ട്. വർക്കിംഗ് അവേഴ്സ് സാറ്റർഡേ മുതൽ തേഴ്സ്ഡേ 10 hours, ഫ്രൈഡേ 5 hours. ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫുഡ്. 30 days ആനുവൽ ലീവ് ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ CV അയക്കേണ്ട ഇമെയിൽ ID
overseasjoban@gmail.com. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 95470661.